എല്ലാവർക്കും സ്വാഗതം. ഞാൻ അഭിഷേകൻ. ഇന്ന് നമ്മുടെ പോളത് ഒരു പുതിയ മാരുതി സുസുക്കി ഡിസൈർ ആണ്. എല്ലാവരും ഈ കാറിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് വരും എന്നറിഞ്ഞപ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് കാത്തിരുന്നത്. പക്ഷേ ഇത്രയ്ക്ക് റാഡിക്കൽ ആയിട്ടുള്ള ചേഞ്ചസ് അവർ ആരും എക്സ്പെക്ട് ചെയ്തില്ല. സോ അതിൻ്റെ ഡിസൈനിലായാലും അതിൻ്റെ പെർഫോമൻസിലായാലും അതിൻ്റെ എഞ്ചിനിലായാലും കുറേ ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ പറയാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യം ഈ കാറിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളെല്ലാവരും ഓർത്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു സ്വിഫ്റ്റ് വന്നപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആയിരിക്കും ഇത് നമ്മൾ ആലോചിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു കാറിൽ കംപ്ലീറ്റ് ആയിട്ട് അവർ റീഡിസൈൻ ആയിട്ടുള്ളൊരു ഡിസൈൻ എലിമെൻ്റ് ആണ് അവർ കൊണ്ടുവന്നേക്കുന്നത്. ആദ്യം നമുക്ക് ഈ കാറിൽ നോക്കിയാൽ ഹോറിസോണ്ടൽ ആയിട്ടുള്ള നമുക്ക് ഹെഡ് ലാമ്പ് കിട്ടും. ഡ്രാഗൺ ഫ്ലൈയുടെ ഐസിൻ്റെ ഷേപ്പുള്ളൊരു ഹെഡ് ലാമ്പ് ആണെന്ന് തന്നെ പറയാം. നമുക്കിവിടെ DRL കാണാം. അതേപോലെ നമുക്കിവിടെ ഒരു ബ്ലാക്ക് പിയാനോ ബ്ലാക്കിൻ്റെ ഒരു ഇൻസേർട്ട് നമുക്ക് കാണാം. സുസുക്കിയുടെ ലോഗോ ഇവിടെ ഉണ്ട്. ആൻഡ് റീഡിസൈൻ ആയിട്ടുള്ള ഒരു ബമ്പറാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഗ്രില്ലും റീഡിസൈൻ ആണ്. ആൻഡ് ടോട്ടലി നോക്കുകയാണെങ്കിൽ ഹുഡ് ലൈൻസ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള ഹുഡ് ലൈൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു കാർ കുറച്ച് ക്യൂട്ടായിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണെന്ന് പറയാം. ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ക്യാമറയും കാണാൻ പറ്റും. സോ ഇത് ഫ്രണ്ട് പാർക്കിങ്ങിനും ആൻഡ് 360 ഡിഗ്രിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ക്യാമറയാണ്. സോ ഇനി നമുക്കിതിൻ്റെ സൈഡിൽ വരുവാണെങ്കിൽ നമുക്ക് 15 ഇഞ്ചിൻ്റെ ഡയമണ്ട് കട്ട് അലോയ് വീൽസാണ് നമുക്കിതിൽ കാണുന്നത്. ആൻഡ് അതേപോലെ 185/65 ടയർ പ്രൊഫൈൽ നമുക്ക് കാണാം. ആൻഡ് അതേപോലെ നമുക്ക് ബോഡി കളർഡ് ഓവർവേം ഉണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് ക്യാമറ കാണാൻ പറ്റും. ആൻഡ് അതേപോലെ നമുക്കിവിടെ വിൻഡോയിൽ ഒരു ബ്രഷ്ഡ് അലൂമിനിയം നമുക്കൊരു ഇൻസെർട്ട് കാണാൻ പറ്റും. ആൻഡ് അതേപോലെ നമുക്കിവിടെ റിക്വസ്റ്റ് സെൻസർ ഉണ്ട്. സോ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറിച്ച് പറയുകയാണെങ്കിൽ 163 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് അതേപോലെ കുറച്ച് പുറകെ വരുവാണെങ്കിൽ ഈ ഒരു റൂഫ് ലൈൻസ് നമുക്ക് ഒരു കാറിൻ്റെ ഷേപ്പിനെ വല്ലാണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് പറയാം. അതേപോലെ നമുക്ക് ഇതിൻ്റെ റിയർ എൻഡ് വരുവാണെങ്കിൽ നമുക്കവിടെ ഷാർപ്പിൻ്റെ ആൻറ്റിന ഉണ്ട്. നമുക്കിവിടെ ഡിഫോഗർ ആണ് ഉള്ളത്. ആൻഡ് അതേപോലെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു ക്ലിപ്പ് സ്പോയിലർ നമുക്ക് കാണാൻ പറ്റും. ഡിസൈറിൻ്റെ ബാഡ്ജിങ് ഉണ്ട്. ആൻഡ് സുസുക്കിയുടെ ഒരു ലോഗോ ഉണ്ട് ഇവിടെ. ആൻഡ് നമുക്കിവിടെ ഒരു ഹോറിസോണ്ടലിലുള്ള ഒരു ക്രോം ഇൻസേർട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരു ക്രോം ബാർ നമുക്ക് കാണാൻ പറ്റും. ആൻഡ് റിയർ പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട്. റീഡിസൈൻ ആയിട്ടുള്ള ഒരു റിയർ ടെയിൽ ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. സോ നമുക്ക് ലാസ്റ്റ് ഡിസൈൻ കമ്പയർ ചെയ്യുമ്പോൾ വല്ലാത്ത ചേഞ്ചസ് നമുക്കിതിൽ കാണാൻ പറ്റും. ആൻഡ് ഇനി ഇതിൻ്റെ കീനെ കുറിച്ച് ഞാൻ പറയണം. ഇത്രയും ദിവസം നമുക്ക് സ്വിഫ്റ്റിൽ ഈ ഒരു 2 ബട്ടനാണ് നമുക്ക് കാണാൻ പറ്റിയത്. പക്ഷേ ഇപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഒരു ബട്ടനും ഉണ്ട്. അതായത് നമുക്ക് ബൂട്ടിനെ ഇവിടെ നിന്ന് തന്നെ ആക്സസ് ചെയ്യാം. സോ ഇതിന് ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ആക്കിയാൽ നമുക്ക് 382 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കാണാൻ പറ്റും. സോ 4 പേര് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് 4 പേരുടെ ലഗേജൊക്കെ വെച്ച് പോകാനുള്ള സൗകര്യത്തിലാണ് അവർ ഈ ഒരു ബൂട്ട് സ്പേസ് ഒരുക്കിയേക്കുന്നത്. ഇതിൽ ഇനിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ CNGയും കിട്ടുന്നുണ്ട്. സോ CNG ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഒരു ബൂട്ട് സ്പേസിൽ നമുക്ക് ഇത്രയും അച്ചീവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ സിലിണ്ടർ നമുക്കിവിടെ വെക്കണ അറിയാവുന്നൊരു കാര്യമാണ്. സോ അതുകൊണ്ട് നമുക്ക് ഇത്രയ്ക്കും ബൂട്ട് സ്പേസ് നമുക്ക് അതിൽ കിട്ടില്ല. ഇനിയൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു ഡോറിൽ ഈ വയർസൊക്കെ എക്സ്പോസ്ഡ് ആണ്. സോ മാരുതി ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനി ഇതിനെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഇൻറ്റീരിയറിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഡയറക്റ്റായിട്ട് തന്നെ ഇവിടെ ഒരു പല ചേഞ്ചസും വന്നിട്ടുണ്ട്. അതായത് നമ്മൾ ഈ ഒരു കാറിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്ന സാധനമാണ് ഈ സൺറൂഫ്. ഇതിനെക്കുറിച്ച് ഞാൻ പറയാം. അതല്ലാണ്ട് നമുക്കിവിടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്, ഒരു ഹാൻഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട്. സോ നമ്മൾ 4 പേര് ഇരുന്ന് ട്രാവൽ ചെയ്യുവാണെങ്കിൽ ഈ ഒരു ഹാൻഡ് റെസ്റ്റ് വെച്ചിട്ട് നമുക്ക് കുറച്ച് റിലാക്സ് ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ഇനി ഈ കാറിൽ കാണാവുന്ന പിന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് റിയർ AC വെൻറ്റ്സും കിട്ടുന്നുണ്ട്. നമുക്കിവിടെ കാണാം. സോ ബ്ലോവർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ആക്ച്വലി അത്യാവശ്യമായിട്ടുള്ള കാര്യമായിരുന്നു. സോ സുസുക്കി അതിന് റെസ്പോണ്ട് ചെയ്തിട്ട് റിയർ AC വെൻറ്റ്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റിയറിൽ ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് ടൈപ്പ് A ആൻഡ് ടൈപ്പ് C കിട്ടുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസും. ആൻഡ് ലെഗ് റൂമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള വീൽ ബേസ് ആണ് നമുക്ക് ഈ കാറിൽ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു ലെഗ് റൂമും കിട്ടും. സോ ആവറേജ് ഇന്ത്യൻ ആണെങ്കിൽ നല്ല സുഖമായിട്ടിരുന്ന് നമുക്ക് ട്രാവൽ ചെയ്യാം. ആൻഡ് നോർമലായിട്ട് കുറച്ചുകൂടി ഹൈറ്റ് ഉള്ളവർക്കാണെങ്കിൽ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി പറ്റും. പക്ഷേ ആൻഡ് അഗൈൻ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇതിൽ ട്രാവൽ ചെയ്യാൻ പറ്റണതാണ്. ആൻഡ് ഇതിൽ നമുക്ക് ഇൻറ്റീരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബേജ് കളറിൻ്റെ ഇൻറ്റീരിയറാണ് കിട്ടുന്നത്. നമുക്ക് അത് ഡോർ പാനൽസിനും നോക്കാൻ പറ്റും. സോ ഡോർ പാനൽസ് നമുക്ക് ഡ്യുവൽ ടോണിൽ കിട്ടുന്നുണ്ട്. ഒരു ലൈറ്റ് ആൻഡ് ഈ സൈഡിലും ഒരു ലൈറ്റ്. സോ ടോട്ടലി പറയുവാണെങ്കിൽ ഒരു റീഡിസൈൻ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ തന്നെയാണെന്ന് പറയാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് സീറ്റിൽ പോയി ഇരുന്നിട്ട് ഇവിടെ എന്തൊക്കെയാണ് കിട്ടിയേക്കുന്നത്, ഇവിടെ എന്തൊക്കെയാണ് ചേഞ്ചസ് നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. നമ്മളിപ്പോൾ ഉള്ളത് ഈ ഒരു ഫ്രണ്ട് റോ സീറ്റിലാണ്. ഈ ഒരു കാറിൻ്റെ ഫ്രണ്ട് റോ സീറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം തന്നെ എടുത്ത് കാണുന്ന ഒരു ചേഞ്ചസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു സൺറൂഫ്. അതിനെക്കുറിച്ച് സംസാരിക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിൽ ഡ്യുവൽ ടോണിൻ്റെ ഒരു ഡാഷ്ബോർഡ് കിട്ടുന്നുണ്ട്. എല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. പക്ഷേ ആ ഒരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയാം. വുഡൻ ഫിനിഷിങ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇത് കുറച്ച് സോഫ്റ്റ് ആണ്. ഇതൊക്കെ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇവന്തോ ഇത് കാണാൻ കുറച്ച് ഭംഗിയായിട്ടുണ്ടെന്ന് പറയാം. ആൻഡ് നമുക്കിവിടെ 9 ഇഞ്ചിൻ്റെ അഥവാ 22.8 സെൻറ്റിമീറ്റേഴ്സിൻ്റെ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കിട്ടുന്നത്. എനിക്ക് ഒരു കാര്യം മനസ്സിലാവാത്ത മാരുതി എന്തിനാണ് ഇത്രയൊക്കെയുള്ള ബേസൽസൊക്കെ വെച്ചേക്കണതെന്ന്. കാരണം ഈ ഒരു ഡിസ്പ്ലേ ആയിരുന്നെങ്കിൽ അടിപൊളിയായനെ.
ആൻഡ് മേ ബി കാണുമ്പോൾ കുറച്ചുകൂടി വലിയൊരു ഡിസ്പ്ലേ മാരുതി കൊടുത്തേക്കണമെന്ന് പറയാനായിരിക്കും ചിലപ്പോൾ അവരത് ആഡ് ചെയ്തേക്കണത്, ആർക്കറിയാം. ആൻഡ് അതിൻ്റെ താഴെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു AC വെൻസ് 2 കാണാം, അവിടെ ഒരു AC വെൻസ് ഉണ്ട്, ആൻഡ് നമുക്ക് ഇവിടെയും കാണാം. ആൻഡ് അതിൻ്റെ താഴെയാണ് എനിക്ക് കുറച്ചുകൂടി നല്ലൊരു പ്രീമിയംനെസ് ഫീൽ ചെയ്യുന്ന ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഞാൻ പറയാം. ഇല്ല ഒരു ടച്ചോ കാര്യങ്ങളോ ഒന്നുമില്ല, എല്ലാം ടോഗിൾ കീസാണ്. സോ ഇങ്ങനെയുള്ളപ്പോൾ നമുക്ക് മസിൽ മെമ്മറി ഉള്ളതുകൊണ്ട് നമുക്കത് ഹെൽപ്പ് ആവും. കാരണം നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ നോക്കിയിട്ട് നമ്മൾ ഇതാക്കണമെന്നില്ല, നമ്മുടെ കൈ എവിടെയാണോ അവിടെ പോയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റും. ആൻഡ് സോ അഗൈൻ ഈ ഒരു ക്ലൈമറ്റ് കൺട്രോളാണ് നമ്മൾ ബലേനയിലൊക്കെ കണ്ടത്. ആൻഡ് അതിൻ്റെ താഴെ വരുവാണെങ്കിൽ നമുക്ക് Type A ആൻഡ് 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് സോക്കറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. വയർലെസ് ചാർജർ ഉണ്ട്, ഇവിടെ 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ആൻഡ് ഇതാണ് ഗിയർ നോബ്. സോ ഇത് ആക്ച്വലി മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക് രണ്ടിലും ഇത് അവൈലബിൾ ആണ്. അതിൻ്റെ താഴെ ഇവിടെയും കുറച്ച് സ്പേസ് ഉണ്ട്. ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ മാരുതിയിൽ മിസ്സായേക്കുന്നത് ഹാൻഡ് റെസ്റ്റ് ആണ്. സോ ടോപ്പ് വേരിയൻറ്റിൽ നമുക്ക് ഹാൻഡ് റെസ്റ്റ് കിട്ടുന്നില്ല, ഇവിടെ കാണാം. ഇനി നമ്മൾ വല്ല ആഫ്റ്റർ മാർക്കറ്റ് വെക്കാമെന്ന് വെച്ചാലും അതെവിടെ വെക്കും? കാരണം ഇവിടെയാണല്ലോ ഇതിൻ്റെ സ്പേസ്, പുറകെ ഇരിക്കുന്നവർക്ക് ചാർജിങ് കാര്യങ്ങളൊക്കെ. നമുക്ക് ഇതിൻ്റെ മുകളിൽ മൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത് മൗണ്ട് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ തന്നെ മൗണ്ട് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഇതൊക്കെ യൂസ്ലെസ് ആവും. സോ അവർക്ക് അതൊന്ന് നോക്കി കൊടുക്കാമായിരുന്നു. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയൽസ് നമുക്ക് കിട്ടുന്നത്. ഇനി മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ സൺറൂഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു പാനോറാമിക് സൺറൂഫ് അല്ല, നോർമൽ ആയിട്ടുള്ളൊരു സൺറൂഫാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും സൺറൂഫ് വിത്ത് ഷെയ്ഡ് നമുക്കിതിൽ കിട്ടും. സോ ഈ ഒരു ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ഒരു സൺറൂഫാണ് നമുക്കിതിൽ കിട്ടുന്നത്. പക്ഷേ മാനുവലായിട്ട് തന്നെ നമ്മൾ ഷെയ്ഡിനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നാണ് ഇതിൻ്റെ ഇനി ഒരു കാര്യം. സോ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോർമലായിട്ട് സ്റ്റിയറിംഗ് വീലാണ്, ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ വിത്ത് മൗണ്ടഡ് കൺട്രോൾസ്. നമുക്കിവിടെ ലോഗോ കാണാൻ പറ്റും. ഡിജിറ്റൽ പ്ലസ് അനലോഗ് ആയിട്ടുള്ള ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്കിത് കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് ഈ ഒരു കാറിൻ്റെ ഇൻറ്റീരിയൽസ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി ഒരു കാറിൻ്റെ എഞ്ചിനും ആൻഡ് സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിതിൽ 1.2 ലിറ്ററിൻ്റെ ന്യൂ Z സീരീസിൻ്റെ 3 സിലിണ്ടർ എഞ്ചിനാണ് നമുക്കിതിൽ കിട്ടുന്നത്. സോ ഈ സെയിം എഞ്ചിനാണ് പുതിയ സ്വിഫ്റ്റിൽ നമ്മൾ കണ്ടത്. ഇതിൻ്റെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 81.5 PS പവറും അതേപോലെ 111.7 Nm ടോർക്കുമാണ് നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇനി ഇതിൻ്റെ ട്രാൻസ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് 5 സ്പീഡ് ഓട്ടോമാറ്റിക് ആൻഡ് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനിൽ നമുക്ക് ഒരു കാർ കിട്ടുന്നുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഏതാണോ വേണ്ടത് അത് നമുക്ക് ചൂസ് ചെയ്യാം. ആൻഡ് ഇതിൻ്റെ വേരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കിത് 4 വേരിയൻസിൽ കിട്ടുന്നുണ്ട്. അതേപോലെ 7 കളർ ഓപ്ഷൻസിലാണ് നമുക്ക് ഈ ഒരു കാർ കിട്ടുന്നത്. മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലിൽ ഓൾമോസ്റ്റ് 24.7, ഓൾമോസ്റ്റ് 25 എന്ന് വേണം നമുക്ക് വെക്കാം. അതേപോലെ മാനുവലിൽ 24 കിലോമീറ്റേഴ്സിൻ്റെ മൈലേജാണ് നമുക്ക് കിട്ടുന്നത്, 23.7 or 8. അതേപോലെ ഇതിൽ CNG അവൈലബിൾ ആണ്. CNG നമുക്ക് 33.4 കിലോമീറ്റേഴ്സിൻ്റെ മൈലേജാണ് ഇവരിത് ക്ലെയിം ചെയ്യണത്. സോ ഇതൊക്കെയാണ് ഈ ഒരു കാറിനെ കുറിച്ച്. ആൻഡ് ഈ ഒരു കാറിനെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അത് പറയുക. ആൻഡ് ഈ ഒരു കാറിനെ കുറിച്ച് അഭിപ്രായങ്ങളും നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാം. സോ ഇതൊക്കെയാണ് മാരുതി സുസുക്കി ഡിസയറിൻ്റെ കാര്യങ്ങൾ. ആൻഡ് നമുക്ക് അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം. ഇറ്റ്സ് മീ അഭിഷേക് മോഹൻദാസ് സൈനിങ് ഓഫ്.